നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് ഫിഷ് അമൈനോ ആസിഡ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കി. ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കാണുവാൻ ശ്രമിക്കുക. നമുക്ക് വീടുകളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന നല്ലൊരു ജൈവവളമാണ് ഫിഷ് അമൈനോ ആസിഡ്. പച്ചക്കറികൾക്ക് നല്ല വളം എന്നതിന് പുറമെ വീടുകളിലെ മത്സ്യമാലിന്യങ്ങൾ ഒഴിവാക്കുവാനും ഫിഷ് അമൈനോ ആസിഡ് ഉപകരിക്കുന്നു. ഇതൊരു 5 മാസം മുന്നേ ഉണ്ടാക്കിയതാണ്, നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു നോക്കാം. സാധാരണ രീതിയിൽ പച്ചക്കറികൾക്കെല്ലാം 2 ml ഫിഷ് അമൈനോ ആസിഡ് 1 ലിറ്റർ വെള്ളത്തിലാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്, പ്രത്യേകിച്ചും ഇലക്കറികൾക്കെല്ലാം. എന്നാൽ വലിയ ചെടികൾക്ക്, വാഴ പോലുള്ളവയ്ക്കെല്ലാം 5 ml 1 ലിറ്ററിൽ എന്ന തോതിൽ കൊടുക്കാം. ഇലകൾക്ക് മാത്രമല്ല മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇവയ്ക്ക് പുറമെ ധാരാളം മൈക്രോ ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിരിക്കുന്നു. എങ്കിലും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. പച്ചക്കറികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്കും ഈ വളം ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നൈട്രജൻ്റെ അളവ് കൂടുതലുള്ളതിനാൽ ചെടിയുടെ ആദ്യ വളർച്ചാ കാലഘട്ടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുവാൻ നല്ലത്, അതായത് വെജിറ്റേറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ. അതുപോലെ ചെടികൾ പൂവിടുന്ന സമയങ്ങളിലും കാ പിടിക്കുന്ന സമയങ്ങളിലും ഇത് നൽകാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇതിലെ നൈട്രജൻ്റെ കൂടിയ അളവ് തന്നെ. ചെടികളുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ, അതായത് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ചെടികളുടെ ആദ്യ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് മൂലം ചെടികളുടെ ഇലകളും അതുപോലെ തന്നെ വളർച്ചയും വളരെയധികം കൂടുവാൻ സഹായിക്കുന്നു. ഇവയുടെ ഉപയോഗത്തിലൂടെ കൂടുതൽ പ്രയോജനം കാണുന്നത് ചീര പോലുള്ള ഇലക്കറികളിലാണ്. ഇലകൾ പെട്ടെന്ന് വളരുന്നതിനായി ഇത് സഹായിക്കുന്നു. ചീര പോലുള്ള ഇലക്കറികൾക്ക് ആഴ്ചയിൽ 1 എന്ന രീതിയിൽ തളിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്യുകയോ ആവാം. ഫിഷ് അമൈനോ ആസിഡ് ഉപയോഗിക്കുന്നത് മൂലം ഇലക്കറികൾക്ക് നല്ലൊരു സ്വാദും ഗന്ധവും തോന്നാറുണ്ട്. മറ്റു ചെടികൾക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ എന്ന തോതിൽ കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വെയിലാറിയതിനു ശേഷം മാത്രമേ ചെടികളിൽ തളിക്കാവൂ. സൂര്യപ്രകാശമുള്ള സമയങ്ങളിൽ തളിച്ചാൽ ഇലകൾ കരിഞ്ഞു പോകുവാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ ചെടികൾ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ബാഷ്പീകരണവും സംഭവിക്കാം. കൈകൾ കൊണ്ട് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ സ്പ്രേയർ ഉപയോഗിച്ചോ തളിച്ചു കൊടുക്കാം. ഇലകളുടെ 2 വശത്തുമായി വീഴത്തക്ക വിധത്തിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലത്. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു കീടനാശിനിയായി കൂടി ഉപയോഗിക്കുവാൻ സാധിക്കും. ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് ഫിഷ് അമൈനോ ആസിഡ് തയ്യാറാക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ അരിച്ചെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. മീനിൻ്റെ മുള്ളും മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം വെള്ളവുമായി ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. മിക്സിയിൽ അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. ഞാനിവിടെ 20 ml ഫിഷ് അമൈനോ ആസിഡ് 10 ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ച രീതിയാണ് കാണിച്ചിരിക്കുന്നത്. മറ്റൊരിക്കൽ 30 ml ഫിഷ് അമൈനോ ആസിഡ് 15 ലിറ്റർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നതും. തയ്യാറാക്കുന്ന മിശ്രിതം അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിറ്റത്തേക്ക് മാറ്റി വെച്ചിരുന്നാൽ അതിൽ ദുർഗന്ധമുണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പറിച്ചു നടന്ന തൈകൾക്ക് ചെടികളൊന്ന് ഉഷാറായതിനു ശേഷം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ചെടികൾ വാടിപ്പോകുവാനും കരിയുവാനും ഒക്കെ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും ചൂടുകാലങ്ങളിൽ. നഗരങ്ങളിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ചെടികൾ വളർത്തുമ്പോൾ കൂടെ കരുതാവുന്ന നല്ലൊരു ജൈവ കീടനാശിനിയും വളക്കൂട്ടുമാണ് ഫിഷ് അമൈനോ ആസിഡ്. ഇലക്കറികളൊക്കെ നട്ടു വളർത്തുവാൻ ഇഷ്ടപ്പെടുന്നവർ കൂടെ കരുതേണ്ട ഒരു നല്ല ഫെർട്ടിലൈസർ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ജൈവ കീടനാശിനിയും വളക്കൂട്ടും ഉണ്ടാക്കി നോക്കുക. ചെടികൾക്ക് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുക. പലരും ഇതുണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചെടികളുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ, അതായത് പൂ വിരിയുകയും കാ പിടിക്കുകയും ചെയ്യുന്ന സമയങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ കായ്കളിൽ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതായി കാണുവാൻ സാധിക്കും. ഇതിന് കാരണമാകുന്നത് വളത്തിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ചെടികളുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നത് മൂലമാണ്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ചെടികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഫിഷ് അമൈനോ ആസിഡിൻ്റെ ഉപയോഗത്തിലൂടെ ചെടികൾക്കുണ്ടായ വളർച്ചയുടെ വ്യത്യാസം, പ്രത്യേകിച്ചും ഇലകളിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വളക്കൂട്ടും അതുപോലെ പുതിയൊരു കൃഷിരീതിയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.